عليكم ورحمة الله. الحمد لله العزيز الجبار المتكبر هو الرحمن هو الرحيم والصلاة والسلام على رسول الأمين. പ്രിയമുള്ളവരെ, സൂറത്തുൽ ബഖറയിലെ 153 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ സൂറത്തുൽ ബഖറ നമ്മളൊരു വിഷയം, നമ്മളൊരു സബ്ജക്റ്റ് എൻഡ് ചെയ്യാനാണ് വെയിറ്റ് ചെയ്യുന്നത്. ആയത്തുകൾ ഇന്ന ആയത്ത് ആദ്യം ഞാൻ കരുതിയിരുന്നു ഒരു 10 ആയത്ത് എന്ന്, പക്ഷെ അങ്ങനെ നമുക്ക് വെക്കാൻ കഴിയില്ല. ചില ആയത്തുകൾ ചില ആയത്തുമായിട്ട് ബന്ധപ്പെടും. ഈ ഖുർആൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരേ സൂറത്തിൽ തന്നെ ആയത്തുകൾ വേറൊരു സൂറത്തിൽ, കാരണം അത് 23 വർഷക്കാലമായിട്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവതരിച്ചതാണ്. അതുകൊണ്ട് തന്നെ വേറെ സൂറത്തിലും ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരും. അത് നമ്മൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല ഭാഗത്തും നമ്മൾ ഓതുമ്പോൾ ആ അർത്ഥത്തിലുള്ള വിഷയങ്ങളുടെ ചിലപ്പോൾ ഡിസ്കണക്റ്റ് ആവും. ഒരേ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വിഷയത്തിലേക്ക് കയറിപ്പോവും, എന്നാലാവട്ടെ അവിടെ എത്തുമ്പോൾ വേറൊരു വിഷയത്തിലേക്ക് കയറിപ്പോവും. പിന്നെ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമായിരിക്കും അടുത്തത് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവതരിച്ചു. അപ്പോൾ അത് സന്ദർഭം കൂടെ പ്രധാനമാണ്. ആയത്തിൻ്റെ ഡയറക്റ്റ് മീനിങ്ങിനേക്കാൾ അപ്പുറം ആ ഏത് സന്ദർഭത്തിൽ അവതരിച്ചതാണ് എന്നുള്ളത് കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 154 മുതൽ മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുഖ്തൽ, കൊല്ലപ്പെട്ടവർ, വധിക്കപ്പെട്ടവർ. വലാ തഖൂലു, അവരെ മരിച്ചവരെന്ന് പറയും. ഡെഡ് ബോഡി അല്ല അത്. ഒരാൾ മരിച്ചു എന്ന് നമ്മൾ സാധാരണ ഈ ഭൂമിയിൽ എല്ലാവരും, അതാരാവട്ടെ, പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, ഉന്നത കുലജാതനാവട്ടെ, അധസ്ഥിത, അങ്ങനെ ഇസ്ലാമിലില്ല, പക്ഷെ പറയാം, അങ്ങനെയൊക്കെയുള്ള നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ആര് മരിച്ചാലും, പാവപ്പെട്ടവനായാലും വലിയ ആളായാലും മയ്യത്ത് എന്നാണ് പറയുക അറബിയിൽ. മയ്യത്ത് അഥവാ മലയാളത്തിൽ നമ്മൾ മൃതദേഹം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡെഡ് ബോഡി എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. പക്ഷെ അവരെ ഒരാൾ മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അയാൾ ഷഹീദായി, രക്തസാക്ഷിയായി, അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ അവർ സാക്ഷ്യം വഹിക്കപ്പെട്ടു എന്നതാണ് അവിടെ പറയേണ്ടത്. എന്നാൽ ഇവിടെ അതിൻ്റെ അതേപോലുള്ളൊരു വാക്കാണ് അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അവർ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ്, അവർ അള്ളാഹുവിങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ്. എന്ന് വെച്ചാൽ രക്തസാക്ഷികൾ, ഇപ്പം യുദ്ധ സന്ദർഭങ്ങളുണ്ടായി, ബദർ യുദ്ധം. ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിലാണ് ഒന്ന് രക്തസാക്ഷിത്വം എവിടെയൊക്കെ വരുന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് ഇത് യുദ്ധത്തിൽ ധർമ്മസമരം നടത്തേണ്ടി വരിക, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അതാണ് ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ബദർ യുദ്ധം മാത്രം എടുക്കുക. ബദർ യുദ്ധം എടുക്കുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി പാഴിച്ചു, അവിടെ നിന്നും ഇറങ്ങി പോകേണ്ടി വന്നു. എന്നിട്ട് അവിടെ ആ നാട്ടിൽ, അതായത് മക്കയിൽ അവർക്ക് സ്ഥൈര്യമായിട്ട് നിൽക്കാൻ പറ്റാതെ സ്വന്തം സ്വത്തുക്കൾ അടക്കം ഉപേക്ഷിച്ച്, ബന്ധങ്ങളും ബന്ധുക്കളെയും നാട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് അവർ നാട് വിട്ട് അബിസിനിയയിൽ പോയി അവിടെ വന്നിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇവർക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അബിസിനിയൻ രാജാവിൻ്റെ സംരക്ഷണം ഉണ്ടായി അവിടെ. അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. പിന്നെ അതിനുശേഷം പിന്നീടുള്ള ഒന്നാം ഹിജ്റ അവിടെ കഴിഞ്ഞു. രണ്ടാം ഹിജ്റയാണ് യഥാർത്ഥത്തിൽ മദീനയിലേക്ക് പോയ സന്ദർഭത്തിൽ മദീനയിലുള്ള ഗോത്രങ്ങളെ ഇവർ സമീപിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പല രീതിയിൽ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും വിലപ്പോവാതെ വന്നപ്പോഴാണ് അവർ മദീന അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയായൊരു അപ്പം മദീന അറ്റാക്ക് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടും, പിന്നെ മദീനയെ അതിനിരയാക്കേണ്ടതില്ല. മദീനയിൽ ബഹുസ്വര സമൂഹമാണ്, അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവർക്കൊന്നും പ്രയാസം ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ ഈ വരവാണ് അവിടെയുള്ള ഗോത്രങ്ങളും അവർക്കൊന്നും പ്രയാസം ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഇവർ മദീനത്തുനിന്ന് തിരിച്ച് മക്കയിൽ നിന്ന് ഇവർ യുദ്ധം പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ബദറിലേക്ക് ഇവർ അങ്ങോട്ട് നീങ്ങുക ചെയ്തത്. അതായത് പ്രതിരോധിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഒരാൾ നമ്മൾ തല്ലാൻ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാനല്ലല്ലോ. അത് ഏത് ഫിലോസഫി അങ്ങനെയല്ലല്ലോ പറയാം. മതദർശനങ്ങളാവട്ടെ, എല്ലാ ഈസങ്ങളും ഈ ലോകത്ത് ദുനിയാവിലുണ്ടല്ലോ. അവരാരും
ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ വരുന്നവനെ പുഞ്ചിരിയോടെ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പം അവരുടെ ഉദ്ദേശം അക്രമമാണ്. അവർ നീതിയും ധർമ്മവും സാരോപദേശവും കേൾക്കുന്നു. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന അതേ സ്വഭാവമാണ്. കുത്താൻ വരുന്ന പോത്ത് പോലെ മൃഗീയ സ്വഭാവം കാണിക്കുന്നവരോട് എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഫലസ്തീൻ്റെ വിഷയത്തിലും ഇപ്പം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചർച്ചാ വിഷയമാവുന്നത് ഈ 7-ാം തീയതിക്ക് ശേഷമുള്ള വിഷയങ്ങളാണ്. ഫലസ്തീൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ അതുവരെ അവർ കൊള്ളുന്നായിരുന്നു. അവരുടെ സ്ത്രീകൾ അന്യായമായി പിടിച്ചു കൊണ്ടുപോകുന്നു, കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നു, കാണുന്നവരെ മുഴുവൻ പിടിച്ചുകൊണ്ട് സ്വത്ത് തട്ടിയെടുക്കുന്നു. ആകാശത്തു നിന്ന് പ്രതിരോധം, കടലിൽ നിന്ന് പ്രതിരോധം, 4 ഭാഗത്തു നിന്നും പ്രതിരോധം. ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഒരു ജനതയെ ഒരു നൂറ്റാണ്ട് കാലം തന്നെ പറയാം അല്ലേ, 10-75 വർഷമായിട്ട് ആ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ നമുക്ക് ചെറിയ കാലഘട്ടേ നമുക്ക് ഇത് ബ്രിട്ടീഷുകാരോട് അതുതന്നെ ഈ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകളൊന്നും ഈ അർത്ഥത്തിലൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും നമ്മൾ എത്രത്തോളം പ്രയാസപ്പെട്ടു, എത്ര ജാലിയൻ വാലാബാഗ് അടക്കമുള്ള പ്രയാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നീതിക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി പോരാടുകയും സത്യത്തിന് വേണ്ടി മരിക്കും. വെറുതെ ഏതെങ്കിലും വൈകാരികമായ ആവേശത്തിന്, ഇപ്പോൾ ഒരു ഉദാഹരണം ഇത് പറയുന്നുണ്ട്. ഒരു 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 കഥയിൽ കേട്ടതാണ്. ഒരു സഹാബി ഒരു ഒരു ശത്രുവിനെ കൊല്ലാൻ വേണ്ടി യുദ്ധസമയത്ത് വെട്ടാൻ വേണ്ടി വന്നപ്പം മുഖത്തേക്ക് തുപ്പിയതായിട്ട് പറയപ്പെടുന്നു. തുപ്പിയ സന്ദർഭത്തിൽ വെട്ടാതെ തിരിച്ചു പോകുന്നു. എന്നുവെച്ചാൽ അയാളുടെ നീയത്ത് വ്യക്തി വൈരാഗ്യമായി പോകരുതെന്നാണ്. വ്യക്തി വിദ്വേഷത്തിൻ്റെ പേരിലാകരുത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ യുദ്ധ സന്ദർഭത്തിൽ പോലും ഇസ്ലാമിൽ വെറുതെ ആരോടെങ്കിലും പോയി യുദ്ധം ചെയ്യാനൊന്നും അല്ല പറയുന്നത്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ ഡിഫെൻഡ് ചെയ്യാൻ, പ്രതിരോധം തീർക്കാനും, ആ പ്രതിരോധ സമയത്ത് അതും മാന്യതകൾ, കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, ഇനിയിപ്പം അവിടുത്തെ സ്വത്തുക്കൾ, ആ അന്യരാജ്യത്തെ സ്വത്ത് നശിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിൻ്റെ യുദ്ധ നിയമങ്ങളാണ്. എന്നിട്ട് അതും കഴിഞ്ഞിട്ടില്ല, നമ്മൾ അവിടെ എത്തി, അപ്പോൾ ആ യുദ്ധത്തിൽ വിജയിച്ചു, അവിടെയുള്ള യുദ്ധം ഇങ്ങോട്ട് നമ്മളെ കൊല്ലാമെന്ന ആളുകൾ നമ്മൾ പിടിച്ചടക്കിയിട്ട് അവരോട് മാന്യമായി പെരുമാറണേ എന്ന് പഠിപ്പിച്ച ആദർശമാണ് വിശുദ്ധ ഇസ്ലാം. അപ്പോൾ യുദ്ധത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ, അപ്പോൾ ഇത് യുദ്ധത്തെ ഈ കാലഘട്ടത്തിൽ ഏറെ തെറ്റിദ്ധരിക്കുന്ന, ഇസ്ലാമിനെ പല വിഷയത്തിലും ജിഹാദിൻ്റെ വിഷയമാവട്ടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും എല്ലാ ഭാഗത്തു നിന്നും നടക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ജനങ്ങളോട് സത്യം പറയും. ഇതൊക്കെയാണ് ഇസ്ലാം, സമാധാനത്തിൻ്റെ ദർശനമാണ്. ഇതൊരിക്കലും ആരെയും വിഷമിപ്പിക്കാനല്ല എന്നുള്ളതാണ്. പിന്നെ പറയാണ് ഈ യുദ്ധത്തിന് നമുക്കൊരു വിവക്ഷ കൂടി കൊടുക്കാം കേട്ടോ. അതായത് ഇത് കേവല വാറ് മാത്രമല്ല, നടക്കുന്ന ഫൈറ്റ് മാത്രമല്ല, മറ്റ് പല സന്ദർഭങ്ങളിലും ചില സാഹചര്യത്തിൽ, ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ, ഇസ്ലാമിന് വേണ്ടി ജീവിച്ചതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ വധിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഷഹീദ്, രക്തസാക്ഷിത്വത്തിന് സമമാണ്. എന്നാൽ അന്ധമായിട്ടുള്ള ചില രക്തസാക്ഷിത്വം അതും കൂടെ ചേർത്ത് പറയാണ്. അന്ധമായ രക്തസാക്ഷിത്വം നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ കശ്മീരിൽ സംഭവിച്ചിട്ടുള്ള ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് മങ്ങലേക്കും. കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നമ്മൾ ജനിക്കാനായി എന്നുള്ളത് ആത്മാഭിമാനത്തോടെ നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും നല്ല മനുഷ്യരുള്ള, അത് കേരളം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, അത് നമ്മൾ ആ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഇന്ത്യയുടെ മുഴുവൻ മുസ്ലിങ്ങളെയും 30 കോടി മുസ്ലിങ്ങളെ പ്രതി ചേർക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ്, കലിമ ചൊല്ലാനും, അതിൻ്റെ പിന്നിലായിരുന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല, ഒരുപക്ഷെ അവർ തന്നെ ആയിരിക്കാം മേ ബി. പക്ഷേ കലിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് വെടിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പരുക്കുണ്ടാകുന്ന സമുദായത്തിന് മൊത്തം ചോദ്യം ചെയ്യലിൻ്റെ നേരിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം അവിടെ നടപ്പായിട്ടുണ്ട്. പക്ഷെ പല കാരണങ്ങളാലും അത് വിജയിച്ചില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് അന്ധമായിട്ടുള്ള ജിഹാദാണ്. അതിനാണ് റിയലി തീവ്രം. അത് ഇസ്ലാമിക തീവ്രവാദികളാവട്ടെ, മറ്റ് മതദർശനങ്ങൾ, ഇപ്പോൾ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, അതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും അതിനൊക്കെ ഉദാഹരണങ്ങളായ സംഘടനകൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പേരുകൾ വരുന്നുണ്ടാവാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരും ഇപ്പം ഖുർആൻ തന്നെ അവർ ഓതുന്നത്, ആ ഖുർആൻ ഓതിയിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുകയാണ്. പറഞ്ഞല്ലോ, സാഹചര്യങ്ങളെ യുദ്ധ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആയത്തിൻ്റെ ടെക്സ്റ്റ് വേർഡ് ടു വേർഡ് കോണ്ടെക്സ്റ്റ് എടുക്കാതെ അതിൻ്റെ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കിയിട്ട് പ്ലസ് അതിൻ്റെ മാനവിക മുഖം മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിഷയത്തിനെ സമീപിക്കാൻ. അല്ലാതെ ആയത്തിൻ്റെ ഇപ്പം അവരെ കൊല്ലുക, കാഫറുകളെ കൊല്ലുക എന്ന് പറയുന്നത് യുദ്ധസമയത്തുള്ള ആയത്താണ്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കുള്ള ഓർഡർ കൊടുക്കുന്ന ആയത്തുകളാണ് ഖുർആനിലുള്ള. എല്ലാ കാലത്തും ഹിന്ദുക്കളെ കൊല്ലാൻ ക്രിസ്ത്യൻകളും ഇസ്ലാം ദർശനം പഠിപ്പിക്കുന്നില്ല, അത് തെറ്റാണ്.
അങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് തന്നെ. ഒരാളെ കൊല്ലുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് സമമാണെന്നാണ്. അപ്പോൾ ആദർശമില്ലാത്തതിൻ്റെ പേരിലോ മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിലോ ഒരാളെ കൊല്ലാൻ ഒരിക്കലും അനുവാദമില്ല. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റായ പല ധാരണകളും തെറ്റായ പലതും ഖുർആൻ്റെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. സ്വാബിർ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. നിങ്ങൾക്ക് ക്ഷമ ഉണ്ടോ? ഞാനത് പറയുമ്പോൾ എനിക്ക് ക്ഷമ ഉണ്ടോ? നമ്മളൊന്ന് അസസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും പരീക്ഷിക്കുന്നുള്ളതാണ്. അത് എത്ര പൈസ ഉള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ എന്താവട്ടെ പറയാം. ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം, വിശപ്പ്, ജൂഅ്, വനഖ്സിൻ മിനൽ അംവാലി വൽ സമ്പത്ത് കൊണ്ടുള്ള നഷ്ടം, ശരീരനഷ്ടങ്ങൾ, രക്തബന്ധുക്കൾ മരിച്ചു പോവുക, കൂടപ്പിറപ്പുകൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ, ഇതൊക്കെ ഈ ദുനിയാവിലുണ്ടാവുമെന്ന് അള്ളാഹു പറയാം. എന്തിന്? പരീക്ഷണമാണ്. രണ്ടും പരീക്ഷണം കേട്ടോ. നമുക്കിപ്പോൾ അള്ളാഹ് നൽകുന്ന ഖൈറായിട്ടുള്ള നന്മകളും പരീക്ഷണമാണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങളും പരീക്ഷണമാണ്. അതായത് ഇങ്ങനെയുള്ള അപകടങ്ങളും രണ്ടും അള്ളാഹ് നമുക്ക് സമൃദ്ധിയായിട്ട് ഭക്ഷണവും നല്ല വീടും നല്ല സ്വത്തും നല്ല കാറും നല്ല വരുമാനമൊക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. നമ്മൾ ആ പണം കൊണ്ട് എന്ത് ചെയ്യുന്നു. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ മറുവശം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഇത് രണ്ടും സ്വാബിര്യങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. രണ്ട് സമയത്തും സ്വാബിറായിട്ടുള്ള ആളുകൾ ക്ഷമിക്കും. പ്രയാസങ്ങളൊക്കെ വരും, വെല്ലുവിളികളുണ്ടാവും, പരീക്ഷണങ്ങളുണ്ടാവും, സാമ്പത്തിക നഷ്ടങ്ങൾ, മാനനഷ്ടങ്ങൾ, കുടുംബ പ്രശ്നങ്ങളുടെ മഴ തന്നെ ജീവിതത്തിലുണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. ഫസ്ബിർ സുബ്റൻ ജമീല. അള്ളാഹ് പറഞ്ഞല്ലേ കുറേ. പിന്നെ നമ്മളെന്തിനാണ് ഇനിയിപ്പോൾ അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ ഒരു ചെന്നൈയിലുള്ള സുഹൃത്തുണ്ട്. അദ്ദേഹം മലയാളിയല്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പണ്ട് കാലത്ത് 2017 അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിഷമം പറയുമ്പോൾ മനുഷ്യൻ മരിക്കില്ല, അതിനേക്കാളും വലുത് ആദമി മറിച്ചായേക്കാതെ മനുഷ്യൻ മരിക്കണില്ലേ, അതിനേക്കാൾ വലിയതാണോ ഇതൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ഗാഡി ചെലന്നാൽ വണ്ടി എടുത്ത് പോകാൻ പറയുവാൻ. അപ്പോൾ ഇതൊരു കാര്യം. നമ്മൾ ഇന്നാലില്ല എന്നിപ്പം മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രം നമ്മൾ ഇന്നാല്, ശരിക്കും ഇന്നാലില്ല പറയേണ്ടത് മരിക്കുമ്പോൾ മാത്രം. നമ്മൾ മയ്യത്തിന് വേണ്ടി മാത്രമാക്കി വെച്ചിട്ട്, പ്രത്യേകിച്ച് മലയാളികൾ ഇന്നാലില്ല എന്നുള്ളത് നമ്മൾ അല്ലാഹുവിൽ, അത് ഏതൊരു സന്ദർഭത്തിലും നമുക്ക് പറയാവുന്നൊരു വാക്കാണ്. അത് ഈ വിഷമങ്ങളും പട്ടിണി ഉണ്ടാകുമ്പോൾ, വിഷമം ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, എന്തെങ്കിലും അതൊക്കെ അപ്പൊക്കെ നമ്മൾ ഈ ഇന്നാലില്ല എന്നുള്ള കാര്യം അതൊരു ഓർമ്മയാണ്, ഒരു വാക്കല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്കൊരു വലിയ ഫിനാൻഷ്യൽ നഷ്ടം ഉണ്ടായി, 10 ലക്ഷം പോയി, നമ്മൾ വിചാരിച്ചൊന്നും നടന്നില്ല, ആകെ വിഷമായി. അപ്പോൾ നമ്മൾ മനസ്സിൽ പറയുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. ഞാൻ ഹറാമായൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഹലാലായ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എനിക്ക് വലിയ നഷ്ടമുണ്ടായി. അള്ളാഹിലേക്ക് പോകാനുള്ളതാണ്, അള്ളാഹ് എനിക്ക് അവിടെ നിന്ന് തന്നോളുന്നതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് വന്നവരാണ്, അള്ളാഹുവിലേക്ക് ചേരേണ്ടവരുമാണ്, അള്ളാഹുവിലേക്ക് അണയേണ്ടവരുമാണ്. അതോട് നമ്മുടെ എല്ലാ വിഷമങ്ങളും ഇല്ലാതെ ആവണം. വെറുതെ സ്റ്റിക്കർ അയച്ചാൽ പോരാ, ഇന്നല്ലാന്ന് എഴുതിയാൽ പോരാ, പറഞ്ഞാൽ പോരാ. നമ്മുടെ ജീവിതത്തിലേക്ക് അത് എന്ത് മുസീബത്ത് എന്നുള്ളതിനെ മലയാളത്തിൽ തന്നെ അസ്വാബത്തുഹും മുസീബത്ത്. ഏത് മുസീബത്ത് വന്നാലും, എന്ത് മുസീബത്ത് പറഞ്ഞാൽ ഒരു ചെറിയൊരു മുസീബത്ത്, കാലിലൊരു ചെറിയ വേദന, ഒരു കടന്നൽ കുത്തി, തേനീച്ച കുത്തി, നല്ല വേദന, ഇന്നാലില്ലാഹ് എന്നുവെച്ചാൽ നിസ്സാരമായ വിഷയങ്ങൾ വരെ അള്ളാഹുവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്ത് മുസീബത്താവട്ടെ, ചെറുതാവട്ടെ അത് വലുതാവട്ടെ. ഇപ്പം ഇന്നലെ ഫ്ലൈറ്റ്, ഹൈദരാബാദിൽ ഫ്ലൈറ്റ് വീണ് ഒരാളെങ്ങാനും രക്ഷപ്പെട്ടത്, ബാക്കിയുള്ള മുഴുവൻ ആളുകളും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത്രയേ ഉള്ളൂ ജീവിതം. എന്തൊക്കെ സ്വപ്നങ്ങളും എന്തൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ 242 പേര് ചില്ലറക്കാരല്ല, UK ഫ്ലൈറ്റാണ്. അത്രയും വിദ്യാസമ്പന്നരും നല്ല സാമ്പത്തിക കഴിവുള്ളവരുമായിരിക്കും മിക്കവാറും പേരും. ഇവരൊക്കെ വളരെ വളരെ പ്ലാൻഡ് ആയിരിക്കും അവരുടെ ജീവിതങ്ങൾ.
അവിടെ ഇത്ര സ്വത്തുണ്ടാവണം, അത് ആക്കണം, ഇതാക്കണം. ഭയങ്കര 5 വർഷത്തെ പ്ലാനിങ് ഉണ്ടാവും, 10 വർഷത്തെ പ്ലാനിങ് ഉണ്ടാവും. ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തിയിട്ട് ചെയ്യേണ്ട എല്ലാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിനെ എടുത്താൽ അറിയാം. അവിടെ UK ഇറങ്ങി അവിടെയുള്ള വണ്ടി അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് വരാനുള്ള വണ്ടി വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് എത്തി നാളത്തെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് A to Z. പക്ഷേ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഈ 241 പേരുടെയും ഇത്രയും അധികം ആളുകളുടെ പ്ലസ് ഭക്ഷണം കഴിക്കാനിരുന്ന ആ ഹോസ്റ്റൽ ക്യാൻറ്റീനിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ 5 പേരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അറിയുന്നുണ്ടോ ഇത്രയും തൊട്ടപ്പുറത്തെ എയർപോർട്ടിൽ നിന്ന് പൊങ്ങുന്ന വിമാനം ഞങ്ങളുടെ ജീവൻ എടുക്കുമെന്ന്? ഈ ഫ്ലൈറ്റിൽ പൈലറ്റ് ഇത് ഓൺ ചെയ്യുമ്പോൾ പൈലറ്റിന് അറിയോ ഇതിൻ്റെ അവസാനത്തെ യാത്രയാണെന്ന്? അന്ന് വരെ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും പൈലറ്റ്. ഓരോ ഇൻഡിവിജ്വൽസിനെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം 1000 100,000 സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന നമ്മളെ പോലെയുള്ളവരായിരുന്നു. തീർന്നു. എനിക്കറിയില്ല ഈ ഖുർആൻ്റെ മുഴുവൻ ഇത് പൂർത്തീകരിക്കാൻ അള്ളാഹു ആയുസ് നൽകുമോ അല്ലേന്ന്. നമുക്ക് ഒരു കാര്യത്തിനും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ജീവിതം എന്നുള്ള പറഞ്ഞാൽ ഇന്നലെ നാളെ അവസാനിക്കും. ഈ ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ ജീവിതത്തിലെ മുസീബത്തുകളും വിഷമങ്ങളും ഒക്കെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം സുബ്റോടെ വിഷയങ്ങളെ നേരിടുക എന്നുള്ളതാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെ ആരെങ്കിലും സബർ ചെയ്താലോ? സബർ ചെയ്താൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ ചില സന്ദർഭത്തിലൊക്കെ അല്ലേ. മരിച്ചിട്ടുണ്ടാകും, മക്കൾ മരിച്ചവർ, അടുത്ത സുഹൃത്തുക്കളുടെ മരണം, നമ്മളെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ, വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഡിവോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. അങ്ങനെ തൗബ ചെയ്യും. നമ്മുടെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന മനസ്സുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിൻ്റെ അതിരറ്റ അനുഗ്രഹങ്ങളിലേക്ക്, റഹ്മത്തിലേക്ക് അവൻ നമ്മളെ വഴി കാണിക്കുക. ഉലൈക അവരാണ് വിജയം പ്രാപിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുണ്ട് പറയാം. എന്നിട്ട് ഇനി വേറൊരു വിഷയത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി വേറൊരു വിഷയത്തിലേക്ക്, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തിലേക്ക് വരികയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. മക്കയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട്, ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ബന്ധമുണ്ട്. ഇന്ന സ്വഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഈ സഫയും മർവയും ഒക്കെ അള്ളാഹിൻ്റെ അടയാളങ്ങളാണ്. അതെന്തിനെങ്ങനെ പറഞ്ഞു വെച്ചാൽ ആർക്കും അറിയാത്തതുകൊണ്ടല്ല. അവിടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം ഫത്തഹിന് ശേഷം ചില ആളുകളുടെ അല്ല സഹാബത്തിൻ്റെ ചില വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ സഫ മർവയിലൊക്കെ ഈ ബിംബങ്ങൾ വെച്ച് ആരാധന നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ മേലൊക്കെ നമ്മൾ സായിയൊക്കെ അവിടെ വേണോ എന്ന രീതിയിലൊരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അള്ളാഹ് ക്ലിയർ ചെയ്യാണ്. ആ ഹജ്ജ് എങ്ങനെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തുകൊണ്ട് സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സഫ മർവക്കടയിലൂടെയുള്ള നടത്തൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുബന്ധമുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ്, അത് ക്ലിയർ ആക്കി കൊടുക്കുകയാണ് ഈ ആയത്തുകളിലൂടെ. ഫമൻ ഹജ്ജൽ ബൈത അവതമറ. അപ്പോൾ ഉംറയും പറഞ്ഞു, ഉംറയാവട്ടെ ഹജ്ജാവട്ടെ, ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ. അപ്പോൾ തവാഫാണ്, തവഫ ബിഹിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഹജ്ജിനോ ഉംറക്കോ പോവുകയും അവക്കിടയിൽ നടക്കുന്നതും അതിൽ തവാഫ് ചെയ്യുന്നതും അതൊന്നും ഷിർക്കുമായിട്ട് ബന്ധമല്ല. അത് അള്ളാഹു നമുക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്? നമുക്ക് വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അള്ളാഹു എല്ലാം അറിയുന്നവരാണ്. ഫഇന്നല്ലാഹ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. നന്ദിയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ ഈ തവാഫ് ചെയ്യുന്ന ആളുകൾ ആ തവാഫ് ചെയ്യുന്നത് പുണ്യമാണ്. അവർ ആ പുണ്യം ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെ അള്ളാഹു കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് തവാഫ് ചെയ്യാനും ഉംറ ചെയ്യാനും ഒക്കെ സഫയും മറവയൊക്കെ അള്ളാഹിൻ്റെ ദീനിൻ്റെ അടയാളങ്ങൾ ഷായിറായിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ.
ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽന, ഈ ബയ്യിനാത്ത്, അതായത് വ്യക്തമായ നിർദ്ദേശങ്ങളോടെ ഈ വിശുദ്ധ ഖുർആൻ അഥവാ ഇസ്ലാമിക ശരീഅത്തിനെ, ഇസ്ലാമിക ആദർശത്തെ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് ആ സന്മാർഗം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വെച്ചുകൊണ്ട് സ്വജനപക്ഷപാതി താല്പര്യങ്ങൾക്ക് വഴി കാണിച്ചുകൊണ്ട് സ്വതാല്പര്യങ്ങൾ, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റു പല വ്യക്തിപരമായ സംഘടനാ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടോ ദീനിൻ്റെ ശരിയായ ഇൽമിനെ മറച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു ശപിച്ചിരിക്കുന്നു. യലഅനഹുമുല്ലാഹ് വ യലഅനഹുൽ ലഈനുൻ എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്. ലോകത്തെ ശപിക്കുന്നവരൊക്കെ അവർ ശപിക്കുകയാണെന്ന്. അപ്പോൾ വ്യക്തമായ തെളിവ്, അള്ളാഹിൻ്റെ ദീനിയായ വ്യക്തമായ തെളിവ് ഉണ്ടായിട്ടും ഇതൊന്നൊക്കെ സമുദായം പഠിക്കേണ്ട, ദീന് പഠിക്കേണ്ട, ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് ഞങ്ങളുടെ കീഴിൽ അനുയായികൾ, ഒരു അനുയായി വൃന്ദത്തുണ്ടായി. പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സാന്ദർഭികമായിട്ട് പറയാം. അത് യഥാർത്ഥത്തിൽ അത് വരുന്നത് ഈ ജൂതന്മാരിൽ നിന്നാണ്, ക്രൈസ്തവ ലോകത്തു നിന്നാണ്. എന്ന് വെച്ചാൽ അവർ ഈ പൗരോഹിത്യം, അതായത് അവരുടെ കാര്യങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി എല്ലാത്തിനും അങ്ങ് വളച്ചു കിട്ടും, ദീനിനടക്കം. ഒരു ഉദാഹരണമായിട്ട് പറയും, പണ്ടൊരു ഹദീസ് ഉണ്ടാക്കി, അത്രേ വത്തക്ക തിന്നുന്ന ഒരാൾ, വത്തക്ക തിന്നുന്നവൻ ദഖലൽ ജന്ന നബി പറഞ്ഞിട്ടുണ്ട്. അയാൾ വത്തക്ക കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർമെലൺ കച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാട്ടെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ സ്വാധീനം നിലനിർത്താനും തൻ്റെ ആശയങ്ങൾ, തൻ്റെ ഇൻട്രസ്റ്റുകൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാനും വേണ്ടി നേതാക്കൾ ചമയുന്നതാണ്. ഈ കയറി അള്ളാൻ്റെ അടുത്ത ഔലിയായിട്ട്, സ്വയം പ്രഖ്യാപിത ഔലിയായിട്ട് മാറുക. അങ്ങനെ ഒരു ഔലിയാക്ക് ബ്രാൻഡിങ് ഒന്നും അള്ളാഹ് എവിടെയും കൊടുക്കണില്ല. അത് അള്ളാഹു ആലം. ആരാണ് ഔലിയ, ആരാണ് മുത്തഖി, ആരാണ് കാഫിർ, ആരാണ് മുഷീഖ്, അള്ളാഹുവിന് അറിയാം. അള്ളാഹിൻ്റെ വിഷയമാണ്. പക്ഷേ മനുഷ്യർ തന്നെ എന്നിട്ട് ആ കുറച്ച് അനുയായികളും കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ നേതാവായി സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് അങ്ങ് കയറിപ്പോയി. പിന്നെ അത് ആത്മീയ ഗുരുവായി, പിന്നീട് അവസാനം മരിച്ച ശേഷം പിന്നെ ദൈവമായിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് ലോകത്തെമ്പാടും നടക്കുന്നുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ മലയാളത്തിലും കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം നേതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നേതാവേ ഉള്ളൂ, മുഹമ്മദ് റസൂലുള്ള. അതിൻ്റെ പുറത്ത് പിന്നെ ഇങ്ങോട്ട് നേതാവിനെ നമ്മൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് പിന്നെ മാതൃക വേറെ ഇടയില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും മാതൃക കാണിച്ചിട്ട് അന്ന ആളെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ കൂടേണ്ട കാര്യവുമില്ല. ഇല്ലല്ലദീന താബു, ഇനി അവർ തൗബ ചെയ്തിട്ടില്ല. ആര്? ഈ പറഞ്ഞ പൗരോഹിത്യ വർഗം, അല്ലെങ്കിൽ ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും പെട്ടവരാവട്ടെ, ദീനിനെ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വ്യക്തമായ സന്മാർഗം വിശുദ്ധ ഖുർആനും ഇഞ്ചീലും സബൂറും തൗറാത്തും ഒക്കെ വന്നിട്ട് ഇവർ കളി കളിക്കുകയാണെങ്കിൽ, ഇല്ലല്ലദീന താബു, അവർക്ക് പശ്ചാത്താപമൊന്നുമില്ലെങ്കിൽ, വഅസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം, അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലത്, ഒരു ചാൻസ് കൊടുക്കണം. തൂബ അലൈഹിം വഅന തവ്വാബുർ റഹീം, ഞാൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ വയല ഇത്ര വലിയ ശിക്ഷ, അത് ശപിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടോ. അവർക്ക് പിന്നെ ഖാലിദീന ഫീഹ, എന്താണ്, നരകത്തിൽ സ്ഥിരവാസമാണ്. അവർ അത്രയും നശിപ്പിച്ച നാശകാരികളായിട്ട് അവർ മാറും. ഇല്ലെങ്കിൽ അവർ പശ്ചാത്തപിക്കണം. അവർ ഇത്രയും കാലം ജനങ്ങൾക്ക് മറച്ചു വെച്ച ദീനിൻ്റെ ശരീഅത്ത് നിയമങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ശരിയായ ദീനിനെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് സംസാരിക്കാൻ അവർ മനസ്സ് കാണിക്കണം. അത് കാണിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ളത് വലിയ ശിക്ഷയാണ്. എന്നാൽ അവരാരെങ്കിലും തൗബ ചെയ്താൽ, അവർ ദീനിനെ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ, വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഔലായിക്കാത്തു അള്ളാഹു ആ തൗബ സ്വീകരിക്കുകയും ചെയ്യും. അള്ളാഹു റഹീമാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാറുൻ ഉലൈക അലൈഹിം ലഅനതുല്ലാഹ്. അപ്പോൾ കാഫിറുകളായ ആളുകൾ സത്യനിഷേധത്തിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിന്, ശാപത്തിന് ഇരയാവും. ലഅനതുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. ഈ ലോകത്തെ സർവ്വ മനുഷ്യരും, ഈ മലായിക്കത്ത് എല്ലാ മലക്കുകളും അള്ളാഹുവും അവരുടെ മേലെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാതകമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാഫിറായിട്ട് മരിച്ചു, അള്ളാഹു മുഅ്മിനായിട്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്.
നമ്മൾ ഖുതുബയിലൊക്കെ പറയാ അല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ട് ക്ലൈമാക്സ് എൻ്റെ അവസാനം മുസ്ലിമായിട്ട് തന്നെ മുഅ്മിനായിട്ട് ഈമാനോടുകൂടി മരണം വരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ കാഫിറായി പോരുത്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ തോന്നൽ വരാൻ പാടില്ല. നിഷേധാത്മക സ്വഭാവത്തിലേക്ക് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ അത് പൈശാചിക ചിന്തകളിലേക്ക് വഴിമാറാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അക്കാര്യം ചേർത്ത് പറയാം. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻദറൂൻ. ആര്? ഈ രണ്ട് കൂട്ടർ കാഫിറുകൾ ഇവിടെ പറഞ്ഞു. അതിൻ്റെ മേലെ ആര് പറഞ്ഞു? സത്യദർശനത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ വഴിയിൽ നിന്ന് തടസ്സം നിൽക്കുന്ന നേതാക്കൾ, പൗരോഹിത്യ വർഗം, അവർ കാഫിറുകളും സത്യനിഷേധികളൊക്കെ നരകത്തിലായിരിക്കും. അവർ നിത്യവാസികളായിരിക്കും. അവർക്ക് യുഖഫഫാൻ ഒരു രീതിയിലുള്ള ഇളവുകളും അദാബിൻ്റെ കാര്യത്തിൽ, ശിക്ഷയുടെ കാര്യത്തിൽ അവർക്ക് കിട്ടൂല. വലഹും ഹും യുൻദറൂൻ. അപ്പോൾ അവർക്ക് ഒരു കാലത്തും അവിടുന്ന് രക്ഷപ്പെടില്ല എന്ന്. അവർ ആ കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ സമയം നീട്ടിക്കൊടുക്കൊന്നും ചെയ്യൂല. അവർക്ക് എന്ത് ചെയ്യും? കിട്ടാനുള്ളത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി കാര്യം പറയാം. വഇലാഹുക്കും ഇലാഹും വാഹിദ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. അല്ലേ? അഹദ് ഖുർആൻ്റെ 1/3 സമാനമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. അള്ളാഹു ഏകനാണ്. ഉലൂഹിയത്ത്, ഇലാഹ് അള്ളാഹുവാണ്. ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അള്ളാഹ് കാണിക്കണില്ല ഖുർആനിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലാഹുവർ റഹ്മാനുർ റഹീം. അവൻ കാരുണ്യവാനും റഹ്മാൻ കരുണാവാരിധിയാണ്, പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്, ഇനിയും കാരുണ്യം ചെയ്യുന്നവനാണ്. അവൻ ഇല്ലാഹു, അവൻ ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണ്ട? ബഹുദൈവങ്ങൾ പറയണ്ട, മറ്റു ആൾദൈവങ്ങളുടെ മുമ്പിൽ പോകണ്ട, മറ്റാരുടെ മുമ്പിലും വ്യക്തികൾ, അല്ലാഹുവല്ലാത്ത വ്യക്തികൾ, ശക്തികൾ, കല്ല്, മണ്ണ്, മരട്, അത് എന്ത് സാധനമാവട്ടെ, ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ടയില്ല. ആൾദൈവങ്ങൾ പിന്നാലും പോകണ്ട. പ്രാർത്ഥിക്കാനുണ്ടോ? നേരെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളൂ. ഇലാഹ് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച. തൗഹീദിൻ്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ്, നമ്മൾ എത്ര പഠിക്കാനുണ്ട്, എത്ര ആയത്തുകളാണ്. ഈ കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വിഷയതാണ്. ഇപ്പം ക്രൈസ്തവ ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായതിൻ്റെ പ്രധാന കാരണം ഈസാ അലൈഹി സ്വലാമിനെ ദൈവപുത്രനാക്കി. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പുത്രനെ ചേർത്തു എന്നുള്ളതാണ്. എന്നാൽ ജൂതന്മാരോ അള്ളാഹുവിൻ്റെ ദീനിനെ തന്നെ ഇല്ലാതാക്കി. ദീനീ എന്നാൽ അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നു, എന്നിട്ടാവട്ടെ അവർ ഇസ്ലാമിക ദർശനത്തെ ഇല്ലാതെയാക്കി. കാരണം അള്ളാഹുവിന് ആവശ്യം കുറേ സുജൂദ് ചെയ്യുന്ന ആളുകളെയല്ല, കുറേ ആരാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന, ദുനിയാവിലെ മുഴുവൻ ജീവിതം അള്ളാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയും തൻ്റെ മുഴുവൻ ജീവിതവും സമർപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളെ, ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെ പിന്തുടരുന്നവരെയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. ഇന്ന ഫീ ഖൽഖിസ്. ഇനി ഉണ്ടല്ലേ വിഷയം നേരെ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നു. ഇനി വേറെ ചിന്ത, നമ്മുടെ ചിന്തയെ അവിടുന്ന് വേറെ മറ്റു വിഷയത്തിലേക്ക് വരിക. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകിൽ ലതീ തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്. ഇവിടെ ഖൽഖിസ് സമാവാത്. ഇനി ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ചിന്തിക്കാൻ പറയാം. നിങ്ങൾ എത്രത്തോളം സയൻസ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അതിലുള്ള അറിവ് എത്ര കൂടുതലുണ്ടോ അത്രക്കും നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആസ്ട്രോണമി, ആഗോളശാസ്ത്രം, ആകാശങ്ങളെപ്പറ്റി, ഭൂമിയെപ്പറ്റി, ഭൂമിക്കടിയിലുള്ളതിനെപ്പറ്റി, ഭൂമിയുടെ നിലനിൽപ്പിനെപ്പറ്റി, അന്തരീക്ഷത്തെപ്പറ്റി, ക്ലൈമറ്റിനെപ്പറ്റി, കാലാവസ്ഥാ വ്യതിയാനങ്ങളെപ്പറ്റി, ആകാശലോകത്തുള്ള അത്ഭുത ലോകത്തെപ്പറ്റി, ഈ മഹാപ്രപഞ്ചത്തെപ്പറ്റി പഠിക്കുന്നോ സൃഷ്ടാവിലേക്ക് നമ്മൾ അറിയാതെ. ഒരു ഫോട്ടോ എനിക്ക് കാണാൻ പറ്റി സോഷ്യൽ മീഡിയയിൽ. ഭൂമിയെ ഏതോ ഒരു വലിയ എത്രയോ ദൂരത്തുള്ളൊരു ഉപഗ്രഹം വഴി എടുത്തൊരു ഫോട്ടോ. ഒരു പൊട്ട്, വലിയൊരു ഗാലക്സിക്കകത്ത് ഒരു ചെറിയ വെള്ള പൊട്ട്. ഇതാണ് അത്രേ ഭൂമി. എത്രമാത്രം വിശാലമായ പ്രപഞ്ചമാണ്. ആകാശലോകത്തുള്ള നക്ഷത്രങ്ങളിൽ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് അത്രേ സൂര്യൻ. സൂര്യനേക്കാൾ ഭീമാകാരമായ നക്ഷത്രങ്ങൾ. അത് ഭൂമിയും സൂര്യനും അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല. എന്നാലും പറയാം, ഭൂമി പറ്റൂല എന്ന് പറഞ്ഞാൽ അതിനുള്ള ടെക്നോളജി ഇന്നും എത്തിയില്ല എന്നാണ്, മനുഷ്യന് കഴിയില്ല എന്നുള്ളതാണ്. അത്രയും വലുതല്ലേ ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി, ലക്ഷക്കണക്കിന്, എത്രയോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല, എത്രയോ ഇരട്ടിയാണ്. പിന്നെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ പറയാം, ഒരു എക്സാമ്പിൾ. ഒരു ചെറിയ കടുകുമണി ഭൂമി, ഒരു ഫുട്ബോൾ സൂര്യൻ.
ഇത്രയാണ് അതിൻ്റെ ഒരു വ്യത്യാസം, ഏകദേശം പറയാം മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ അത് ആ ഫുട്ബോളിനേക്കാളും എത്രയോ വലിയൊരു വീടിൻ്റെ വലുപ്പമൊക്കെയുള്ള നക്ഷത്രങ്ങളുടെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ഒരു ഗാലക്സി. അങ്ങനെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് ഒരു നക്ഷത്രത്തിലേക്കുള്ള ദൂരം തന്നെ ലക്ഷക്കണക്കിന് മൈലാണ്. ആ അത്രയും പ്രകാശവർഷമാണ് പറയുന്നത്. എത്രയോ വർഷങ്ങളെടുക്കും യാത്ര ചെയ്യാൻ. അങ്ങനെയുള്ള ഗാലക്സികൾ തന്നെ, ലക്ഷക്കണക്കിന് ഗാലക്സികളുള്ള ഈ മഹാപ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് അതൊക്കെ കണ്ടിട്ട് മനുഷ്യനും ഇങ്ങനെ മേലോട്ട് നോക്കി പറയാം ദൈവമില്ല, പഠിച്ചവനില്ല എന്ന് പറഞ്ഞ നിരീശ്വരവാദം, അന്ധമായ നിരീശ്വരവാദം. യുക്തിവാദത്തിനൊക്കെ തന്നെ ഒരു മാന്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന ഫി ഖൽഖി സമാവാതി, അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, തജ്രി ഫിൽ ബഹർ, പിന്നെ മാത്രമല്ല ഈ ബഹർ, ബിമാ യൻഫഉൻ നാസ വമാ അൻസലല്ലാഹു മിനസ്സമാഇ മാ. ഇതൊക്കെ സയൻസ് പഠിച്ചാൽ എന്ത് രസകരമാണെന്നറിയോ. ഈ കടൽ, നമ്മൾ കരയേക്കാൾ കൂടുതൽ കടലാണ്. ഈ കടലിലുള്ള ജീവജാലങ്ങൾ ഭൂമിയുടെ കരയിലെ ജീവജാലങ്ങളെക്കാൾ കൂടുതൽ കടലിലാണ്. ആ കടലിൻ്റെ ഉള്ളിലുള്ള വലിയൊരു വിശാലമായ ലോകമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ വെള്ളം കുടിക്കുന്നതേ ഈ കടലുള്ളതുകൊണ്ടാണ്. ഈ ഭൂഗർഭജലത്തിലേക്ക് വെള്ളമെത്തുന്നത്, ഈ ഭൂഗർഭജലം എന്നുണ്ടാകുന്ന, പിന്നെ നദികൾ, പുഴകൾ, കിണറ്റിലെ വെള്ളം, ഇതൊക്കെ വരണമെങ്കിൽ ഈ കടലിലെ മഴ ഇങ്ങോട്ടെത്തണം. ഈ മഴ ഇങ്ങോട്ടെത്തിക്കുക എന്നുള്ള പണി, മഴവെള്ള സംഭരണിയായിട്ട് നമ്മുടെ നാട്ടിലെ ഭൂമി, മണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചു. എന്ത് രസകരമായിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത്. കടലിലെ ഉപ്പുവെള്ളമല്ലേ, ആ ഉപ്പുവെള്ളത്തെ നമ്മുടെ നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലെ ആ വെള്ളത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, ആകാശലോകം, ആ വഴിയൊന്ന് ആലോചിച്ച് നോക്കൂ. അതിങ്ങനെ മഴമേഘമായിട്ട് കടലിൻ്റെ, നിങ്ങൾ ബീച്ചിൽ പോയാലും മഴക്കാലത്ത് ബീച്ച് പോലെ ആ കടൽ മേഘം ഇങ്ങനെ വരുന്നത് കാണാം. ആ മേഘങ്ങൾ ഇങ്ങനെ കാറ്റിങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഇപ്പം കോഴിക്കോട്ടും മലപ്പുറത്തും ഈ കേരളത്തിൻ്റെ ഓരോ ജില്ലകളിൽ, ഇങ്ങനെ ഇന്ത്യയിൽ, ലോകത്തെല്ലാ രാജ്യത്തേക്ക് ഇതിങ്ങനെ കടപ്പുറത്തു നിന്നാണല്ലോ ഇതിങ്ങനെ കടൽ കാറ്റ് ഇങ്ങനെ വീശി അടിക്കുകയല്ലേ. അങ്ങനെ കൊണ്ടുവന്ന ആ മഴമേഘങ്ങൾ സ്പ്രേ ചെയ്ത് മഴ ഇങ്ങനെ ധാരധാരയായിട്ട് വന്നിട്ട് നമ്മുടെ വീടുകളിലൂടെ, മരച്ചില്ലകളിലൂടെ ഒഴുകി മണ്ണിലൂർന്നിറങ്ങി ഭൂഗർഭ ജലാശയത്തിലേക്ക് എത്തി നമ്മൾ വെള്ളം കുടിക്കുക. സൂറത്തുൽ മുൽക്കിൽ ചോദിക്കണില്ലേ അവസാനത്തെ ആയത്തിൽ, നിങ്ങൾക്ക് വെള്ളം തരികയെന്ന്. ഞാൻ വെള്ളം അങ്ങോട്ട് വറ്റിച്ച് കളഞ്ഞ് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ മുലൂക്കിയത്തിലെ ചോദ്യമാണ്. തജ്രി ഫിൽ ബഹർ മാ യൻഫഉൻ നാസ്. ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ ഷിപ്പ് ഏറ്റവും നന്നായിട്ട് ചരക്ക് നീക്കം നടക്കുന്ന കടൽ വഴിയാണ്. കരവഴിയേക്കാളും ലാഭകരമാണ്. മാത്രമല്ല അതിലുള്ള ഭക്ഷ്യം, ഇന്ന് എത്ര ടൺ കണക്കിന് ഫിഷാണ് ലോകത്ത് എത്ര ഭക്ഷണം കഴിച്ചു പോകുന്നു. അപ്പോൾ ഒരുപാട് ഉപകാരങ്ങൾ ഈ കടൽ വഴിയുണ്ട്. വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാ ഫഅഹ്യാ ബിഹിൽ അർള് ബഅദ മൗതിഹാ. പിന്നെ മാത്രമല്ല ഭൂമിക്ക് ഈ ബഅദ മൗതിഹ എന്ന് പറഞ്ഞാൽ ചത്ത ഭൂമിയാണ്. ചത്ത ഭൂമി എന്ന് പറയാം. പച്ച മണ്ണ്, സാധാ പൊടിമണ്ണ്. ആ പൊടിമണ്ണിലേക്ക് മഴ വരുമ്പോഴാണ് അവിടെ ചെടിയുടെ വിത്ത് മുളക്കുന്നത്. അപ്പോൾ ജീവൻ, പച്ചപ്പുണ്ടായാലല്ലേ നമുക്ക് ഓക്സിജൻ ഉള്ളൂ. നമുക്ക് ഈ ഓക്സിജൻ ഉണ്ടാവുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതൊക്കെ കേൾക്കുന്നതും പറയണമൊക്കെ. ഈ ഭക്ഷണം, വെള്ളം, ഇതൊക്കെ അള്ളാഹ് തരുന്ന അള്ളാഹിൻ്റെ റഹ്മത്താണ്. മാഷാ അള്ളാഹ്. ആ പച്ച മണ്ണ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണം, ചോറാവട്ടെ എന്താവട്ടെ, നമ്മൾ കഴിക്കുന്ന പത്തിരിയോ ചപ്പാത്തിയോ എന്താവട്ടെ, ആ സാധനമൊക്കെ ഈ പച്ച മണ്ണിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് അല്ലേ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് അല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അള്ളാഹ് തരുന്ന ഭക്ഷണം കഴിച്ച്, അള്ളാഹിൻ്റെ മണ്ണിൽ അള്ളാഹ് തരുന്ന വെള്ളം കുടിച്ചിട്ട് മേലോട്ട് നോക്കിയിട്ട് പറയാം അള്ളല്ല എന്ന്. എന്തൊരു വിഡ്ഢിത്തമാണ് മനുഷ്യന്മാർ. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖർ. അപ്പോൾ എല്ലാ ഇനം ജീവിവർഗങ്ങളെയും ഇവിടെ ജീവൻ നൽകുക മാത്രമല്ല, ജീവിവർഗങ്ങൾ ഉണ്ടാക്കുകയും ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലും മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഗുണപ്രദമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ആകാശഭൂമികൾക്കിടയിൽ ഈ കാറ്റിനെ സംവിധാനിച്ച്, കാറ്റിൻ്റെ ഗതിയൊക്കെ പഠിക്കണം. സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രോമോസ്ഫിയർ, അതിൻ്റെ സംവിധാനങ്ങൾ, മഴ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഇതിനെപ്പറ്റി എത്ര അങ്ങോട്ട് പഠിക്കണോ അള്ളായിട്ട് അങ്ങോട്ട് അടുക്കുന്നുള്ളതാണ്. കാർമേഘങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഈ മുസഖറ, ഇവിടെ പറഞ്ഞില്ല ദാബത്തിന്, അതായത് ഈ നമ്മുടെ ചെടിയില്ല മുള വരുന്നത്, ഈ മുളക്ക് അള്ള വരുത്താണല്ലോ. നമുക്കൊരു മുള വരുത്താൻ കഴിയുമോ? നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. കൃഷി ചെയ്ത് ആ ചെടീനെ മുളപ്പിക്കുന്നതും, ഇപ്പം ചോറാണെങ്കിൽ അരിയാണെങ്കിൽ 6 മാസം വയലിൽ അത് ഉണ്ടാവണമൊക്കെ അള്ളാഹു അല്ലേ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം തന്നെ അള്ള തരണം. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഈ ആകാശവും ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ആയിട്ടില്ല. ആയാറ്റില്ല ഖൗമി യഖിലുൻ, അഖിൽ തലയിൽ ഓളുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഇതെന്നൊക്കെ പാടുണ്ടെന്ന്.
നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിൽ ഓരോ അരിമണിയിലും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നമ്മൾ കഴിക്കുന്നത്. ബിസ്മി ചൊല്ലിക്കൊണ്ടല്ലാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കരുതേ. എന്നിട്ട് പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 164 ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. സൃഷ്ടി മാത്രമല്ല, അള്ളാഹിൻ്റെ ഖൽക്കായിട്ടുള്ള ഈ ഭൂമിയിലെ നമ്മുടെ ശരീരമടക്കമുള്ള ഈ സൃഷ്ടിയിലൂടെ തന്നെ സൃഷ്ടാവിലേക്ക് നമുക്ക് എത്താൻ കഴിയും. പഠിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും അള്ളാഹിനെ കണ്ടെത്താൻ വേറെ ഒന്നും വേണ്ട. അള്ളാഹുവെ, നിന്നെ മനസ്സിലാക്കാനും നിൻ്റെ ശക്തിയെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.